നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ലക്ഷ്യമിട്ട് പശ്ചിമേഷ്യയിലുടനീളമുള്ള തങ്ങളുടെ സൈനിക താവളങ്ങളിൽ അമേരിക്ക വൻതോതിൽ അഴിച്ചുപണി ആരംഭിച്ചു. ഇറാഖ്, സിറിയ, കുവൈറ്റ്, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിലെ US താവളങ്ങളിലും വലിയ തോതിലുള്ള സ്ഥാനചലനങ്ങൾ നടക്കുന്നുണ്ട്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ US ആക്രമണം നടത്തിയേക്കും എന്ന് മുൻ CIA ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുന്നു. ഇറാനെതിരെ അടുത്ത ആഴ്ച ആദ്യം സൈനിക ആക്രമണം നടത്താൻ അമേരിക്ക അന്തിമ തീരുമാനത്തിൽ എത്തിയതായാണ് മുൻ CIA ഉദ്യോഗസ്ഥൻ ജോൺ കിരിയാക്കോ അവകാശപ്പെട്ടത്. ഒരു യുദ്ധം ആരംഭിച്ചാൽ അത് ഇറാന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെയും അത് ചുട്ടുചാമ്പലാക്കും. ലോകത്തിന്റെ ഊർജ്ജസ്വരയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ ഇന്ധനവില കുതിച്ചുയരുകയും ആഗോള വിപണി തകരുകയും ചെയ്യും. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വൻ പ്രത്യാഘാതങ്ങളുടെ തുടക്കമാകും. സമാധാനത്തിന്റെ ഒരു വാതിൽ കൂടി തുറക്കുമോ, അതോ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു അഗ്നിപരീക്ഷയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ? ഇതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇറാനും US തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിലെ ഒന്നിലധികം സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. നേരത്തെ ഇറാനുമായി അർത്ഥവത്തായ ഒരു കരാർ ഉണ്ടാക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണെന്ന് ട്രംപ് ഒരു അന്ത്യശാസനം പുറപ്പെടുവിച്ചിരുന്നു. ഒരു കരാറിലെത്തുമോ എന്ന് നിർണ്ണയിക്കുന്നതിൽ വരുന്ന 10 ദിവസങ്ങൾ നിർണായകമാകും. വൻതോതിലാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും സന്നാഹങ്ങളും ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഇതിനകം തന്നെ എത്തിച്ചിരിക്കുന്നത്. 2 വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റിൽ US സൈന്യം വിപുലമായ സേനയെ വിന്യസിച്ചു കഴിഞ്ഞു. അർമേഡയുമായി ഇറാനെതിരായ സൈനിക നീക്കം ശക്തമാക്കുന്നതിനൊപ്പം തന്നെ ചർച്ചകളും തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത് അതീവ രഹസ്യമായ നീക്കങ്ങളെന്നും റിപ്പോർട്ട്. അണുബോംബ് ഉണ്ടാക്കില്ലെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ഇറാന് കഴിയണം. എങ്കിൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ ട്രംപ് അനുമതി നൽകും. അതല്ല, അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയെ വധിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഖമനേയിയുടെ മകൻ മുജ്തബ, പുരോഹിത നേതൃത്വത്തിലെ മറ്റു പ്രമുഖർ എന്നിവരെ വകവരുത്താനാണ് ട്രംപിന്റെ നീക്കം. നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെന്ന് ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി പറയുമ്പോഴും ഇറാനിൽ ഭരണകൂട മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ട്രംപ് ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട്. ടെഹ്റാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു സൈനിക നീക്കത്തിൽ നിന്ന് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ലെന്നാണ് സൂചന. ആദ്യം ട്രംപിനും പിന്നെ അമേരിക്കൻ ജനതയ്ക്കും ആണവ പദ്ധതിയെയും യുറേനിയം സമ്പുഷ്ടീകരണത്തെയും കുറിച്ചുള്ള ഇറാന്റെ വിശദീകരണം വിശ്വസനീയമാകണമെന്നതാണ് ട്രംപിന്റെ പക്ഷം. കൃത്യമായ ഉറപ്പ് തരാൻ ഇറാന് കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധം തന്നെ വേണ്ടിവരും. യുദ്ധമാണോ സമാധാനമാണോ, അതോ ആയത്തുള്ള ഖമനേയിയെയും അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായ മകനെയും മുല്ലമാരെയും വധിക്കുക എന്ന ഓപ്ഷനാകുമോ ട്രംപ് സ്വീകരിക്കുക എന്ന് അറിയില്ലെന്നാണ് US ഉന്നതർ പറയുന്നത്. ഇറാന് താൻ 10 ദിവസം നൽകുന്നുവെന്നും അതിനകം അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആക്രമിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. വൻതോതിലാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും സന്നാഹങ്ങളും ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഇതിനകം എത്തിച്ചിരിക്കുന്നതും. ഇനിയും വരുന്ന 10 ദിവസവും അതുപോലെ തന്നെ കൂടുതൽ ആയുധ സന്നാഹങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് 2 വട്ട ചർച്ചകൾ പൂർത്തിയാകുമ്പോഴും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആണവായുധത്തിനല്ല, രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണം മാത്രമാണ് നടക്കുന്നതെന്നാണ് ഇറാന്റെ വാദം. 15 ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ നിബന്ധനകൾക്ക് കീഴടങ്ങണമെന്നും ആണവ കരാറിൽ ഒപ്പിടണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ വെറും ടോക്കൺ അളവ് മാത്രം അനുവദിക്കാമെന്ന അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനം പക്ഷേ ഇറാൻ പുച്ഛിച്ചു തള്ളിക്കളയുകയും ചെയ്തു. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും തങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്നും എന്നാൽ ഏതെങ്കിലും വിദേശ ശക്തികൾ അതിൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ അവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നുമാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിലുള്ള 30,000 മുതൽ 40,000 വരെ വരുന്ന US സൈനികർക്ക് ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ ചെറുക്കാൻ ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കുറവാണെന്ന വിലയിരുത്തലിൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ മേഖലയിലേക്ക് എത്തിക്കുന്നു. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി 2 US വിമാനവാഹിനി കപ്പലുകളെ ഇറാന്റെ അതിർത്തിയിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റി. സൈനിക സന്നാഹം ശക്തമാക്കിയതിനാൽ ചർച്ചകളിലൂടെ കരാറിലെത്തുമെന്ന് കരുതാൻ വയ്യെന്നും യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുമാണ് ഇസ്രയേലിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും വിലയിരുത്തൽ.
ഇറാഖ് അധിനിവേശത്തിനു ശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക സന്നാഹമാണ് ഇതെന്നാണ് കാരണം. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലും ഒപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ശനിയാഴ്ചയോടെ ഇറാനെ ആക്രമിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നതെങ്കിലും ട്രംപിന്റെ അന്തിമ അനുമതി ലഭിക്കാത്തതിനാൽ ആക്രമണം നീണ്ടുപോകുന്നു എന്നായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ വരുന്ന വാർത്തയിൽ പറയുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയി ഈ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം തന്നെ തുടങ്ങും എന്നുള്ളതാണ്. വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പരിമിത സൈനികാക്രമണം പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതെ, പരിഗണിക്കുകയാണ് എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. ന്യായമായ ഒരു കരാറിൽ അവർ ചർച്ച ചെയ്യേണ്ടതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തറിലെ അൽ-ഉദൈദ് എയർബേസിൽ നിന്നും ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തു നിന്നും അമേരിക്കൻ സൈനികരെ ഒഴിപ്പിച്ചത് ഒരു സൂചനയാണ്. ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണ പരിധിയിൽ നിന്ന് സ്വന്തം സൈനികരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിലൂടെ ഒരു വലിയ ആക്രമണത്തിനുള്ള കളമൊരുക്കുകയാണ് അമേരിക്ക.